ജിയോ ബേബിയുടെ ഉള്ളിലുള്ള ഒരു എസ്തെറ്റിക് കൺസെപ്റ്റ് എന്താണ്? ഞാൻ വിവാഹത്തിന് ശേഷം അടുക്കള ഷെയർ ചെയ്യാൻ തീരുമാനിക്കും. ആ ഉത്തരവാദിത്വം എന്നിലേക്ക് വരുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഫെമിനിസ്റ്റായി മാറുക. ഞാൻ അടുക്കളയിൽ കയറി പണിയെടുക്കാൻ തുടങ്ങിയില്ല, ഞാൻ ആ സിനിമ പോലും ചെയ്തില്ല. എനിക്കറിയത്തില്ലല്ലോ പെണ്ണുങ്ങൾക്ക് ഇത്രയും പ്രശ്നമുണ്ടെന്ന് എങ്ങനെ അറിയുന്നത്? എനിക്കിത് വലിച്ച അമ്മമാരുടെ മുഖത്തെറിയാനാണ് തോന്നുന്നത്. അത് അപ്പോൾ ഞാൻ പോയി എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് പറയാതെ ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കും. പ്രേമലൂല് വരെ മമിത ചെയ്ത ആ ക്യാരക്ടറിനെ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തെ ഒരു പെങ്കൊച്ചായിട്ട് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. പ്രേമകഥ പറയുമ്പോഴും ഒരു ഐഡൻറ്റിറ്റിയുള്ള പെണ്ണ് നമുക്കിന്നുണ്ടായി. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ വിഷയം ലൗഡായിട്ട് പറഞ്ഞാൽ അതിൽ വലിയ ഭയങ്ങളുടെ ആവശ്യമില്ല. എന്നാൽ ഈ ക്യൂർ ഒരു വിഷയം എന്ന് പറയുന്നത് അത് പൊതുസമൂഹത്തിൽ നിന്ന് സമ്മതി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള വിചാരത്തിൽ നിന്ന് ആണ് ആ സംയമം വരുന്നത് എന്ന് പറഞ്ഞാൽ, കാതലിലേക്ക് വരുമ്പോൾ എന്തിനാണ് ആരെയാണ് ഭയപ്പെടുന്നത്? കാതലിൻ്റെ കഥ ഫസ്റ്റ് പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ മമ്മൂക്ക എന്ന് പറഞ്ഞൊരു മനുഷ്യൻ കൂടുന്നിടത്ത് നമ്മളിനി ആരെയാണ് പേടിക്കണം? ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനും കാതൽ ദി കോറിനും ശേഷം സംവിധായകൻ ജിയോ ബേബിയുടെ സിനിമ അടുക്കളയിൽ വേവുന്നത് എന്ത്? ജിയോ ബേബി കേരള വിഷൻ ന്യൂസ് ട്രൂ കോളറിൽ തിങ്കൾ രാത്രി 9-ന്.